ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന് പങ്കെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ജനം ടിവിയോട് കൊള്ള നടന്നത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണെന്നും വിമർശനം. ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന, വിശ്വാസങ്ങളെ ഹനിക്കുന്ന വലിയ സംഭവങ്ങൾ, വികാസങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ശബരിമലയിൽ നിന്നും കേൾക്കുന്നത്. അത് ഈ ശബരിമല സ്വർണ്ണക്കടത്ത്, അതിനോടനുബന്ധിച്ചുള്ള മറ്റ് സംഭവ വികാസങ്ങൾ, ശബരിമലയിലെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ശബരിമല ദർശനം നടത്തിയപ്പോൾ ജനം ടിവിയോടൊപ്പം ചേരുകയാണ്. നിരവധിയായിട്ടുള്ള ചില വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലമുണ്ട്. ഹൈന്ദവ വിശ്വാസികളെ വിശ്വാസ വികാരങ്ങളെ പ്രോറലേൽപ്പിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഇപ്പോൾ ശബരിമലയിൽ ദർശനം പൂർത്തിയാക്കി മടങ്ങുമ്പോൾ സന്നിധാനത്തെ ചില അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളടക്കം കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഒപ്പം തന്നെ ആദ്യം പരാമർശിക്കേണ്ടത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇനി മുന്നോട്ട് പോകും, എത്രത്തോളം പോകുമെന്നാണ് വിശ്വസിക്കുന്നത്. ചില SITക്ക് മുകളിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നുള്ള വിവാദങ്ങൾ, ചില പരാമർശങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് കേസ് മുന്നോട്ട് നീങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും കോടാനുകോടി അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയിട്ടുള്ള വാർത്തകളാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് വർത്തമാന പത്രങ്ങളിലൂടെ പുറത്തു വരുന്നതും അതേപോലെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഗോവർദ്ധൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പുറത്തു വന്ന വാർത്തകളുമൊക്കെ ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതും, ശബരിമല സംവിധാനത്തിനകത്ത് എത്രമാത്രം കുത്തഴിഞ്ഞ ഒരു സംവിധാനമാണ് ശബരിമല അടക്കമുള്ള ദേവസ്വം ബോർഡ് സംവിധാനം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഇതിനകത്ത് ഗോവർദ്ധൻ്റെയൊക്കെ ജാമ്യാപേക്ഷ നമ്മൾ നോക്കുമ്പോൾ ഗോവർദ്ധൻ നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോടും ദേവസ്വം ബോർഡിൻ്റെ സമ്മതത്തോടും ചെയ്തതാണ് എന്നാണ് വ്യക്തമാവുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട വില്ലൻ ദേവസ്വം ബോർഡായിട്ട് മാറുകയാണ്. ദേവസ്വം ബോർഡിൻ്റെ ഭരണാധികാരികൾ കാലാകാലങ്ങളായി ദേവസ്വം ബോർഡ് ഭരിച്ചവർ, അത് ഏത് കാലം മുതലാണ് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇത് ഇപ്പോൾ നമ്മൾ UB ഗ്രൂപ്പ് 1998 സ്വർണം പൂശിയ കാലം മുതലുള്ള കാര്യം മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ പോലും 2019 മുതലുള്ള കാര്യത്തെക്കുറിച്ചുള്ള ചർച്ച ചെയ്യുന്നു. 2009 സ്മാർട്ട് ക്രിയേഷൻസ് ഇവിടെ സ്വർണം പൂശിയിട്ടുണ്ട്. UB ഗ്രൂപ്പ് സ്വർണം പൂശിയത് വീണ്ടും സ്വർണം പൂശുന്ന സംവിധാനം ഉണ്ടായിട്ടുണ്ട്. നാഗരാജ സന്നിധിയും അതേപോലെ മാളികപ്പുറത്തമ്മയുടെ ഏരിയ ഒക്കെ സ്വർണം പൂശിയതായിട്ട് അവർ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ സ്വർണം പൂശിയ സംഭവങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ക്ലാഡിംഗ് ഉണ്ടായിരുന്നത് സ്വർണം പൂശിയതായിട്ട് മാറ്റുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾ, കൊള്ള, ഇതൊക്കെ ദേവസ്വം ബോർഡിൻ്റെ പൂർണ്ണമായ അനുമതിയോടും സമ്മതത്തോടും കൂടിയിട്ടായിരിക്കണം നടന്നിട്ടുണ്ടാവുക. അപ്പോൾ കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം 3-4 പേരിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് ഉന്നതരായിട്ടുള്ള വൻസ്രാവുകളെ രക്ഷപ്പെടുത്താനുള്ളൊരു നീക്കം SITയുടെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ട സാഹചര്യമുണ്ട്. ഈ ദേവസ്വം ബോർഡ് സംവിധാനത്തിൻ്റെ അകത്ത് തന്നെ ഇപ്പോഴും KP ശങ്കരദാസ്, വിജയകുമാറിനെ പോലുള്ള ആൾക്കാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. രണ്ടാമത് പുറത്തേക്കുള്ള രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്നത്തെ ദേവസ്വം മന്ത്രി അടക്കമുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇത് അന്വേഷണം പോകണം. അതിന് തടസ്സമായിട്ട് ഇപ്പോൾ ദേവസ്വം SITക്ക് മേലൊരു സമ്മർദ്ദം ഉണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമുണ്ട്. ഹൈക്കോടതി തന്നെ അത്തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ കേസ് ഇനി മുന്നോട്ട് പോകാൻ ശക്തമായിട്ട് SITക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ SITയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ SITയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് വരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹൈക്കോടതി അടക്കം ഈ പറയുന്ന രീതിയിലൊരു ഉന്നത അന്വേഷണത്തിന്, കേന്ദ്ര അന്വേഷണത്തിന് ഹൈക്കോടതി അടക്കം ഉത്തരവിടണം എന്നൊരു അഭിപ്രായം ഹിന്ദു സംഘടനകൾക്കുണ്ട്. അത്തരത്തിലുള്ളൊരു ഹർജി ഇപ്പം നിലവിലുണ്ട് ഹൈക്കോടതിയിൽ. അപ്പോൾ അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. കേരള സർക്കാരിന് ഇത് ചെയ്യാവുന്നതാണ്. പക്ഷേ കേരള സർക്കാർ അവരുടെ തന്നെ ആളുകളാണ് പ്രതികളായിട്ട് വരുന്നത് എന്നുള്ളത് കൊണ്ട് CBI അന്വേഷണം പോലുള്ള ഒരു കേന്ദ്ര അന്വേഷണത്തിന് അവർ തടസ്സമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി SITയുടെ ഈ കാര്യത്തിലുള്ള അപര്യാപ്തത അല്ലെങ്കിൽ അവരുടെ ഒരു മെല്ലേപ്പോക്ക് നയം തിരിച്ചറിഞ്ഞുകൊണ്ട് CBI പോലുള്ളൊരു അന്വേഷണത്തിന് ഇത് ഉത്തരവിടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഹിന്ദു സംഘടനകൾക്കുള്ളത്. ഒടുവിൽ വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്ന അടക്കമുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അല്ല, ഇത് തുടക്കത്തിൽ തന്നെ ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടായിരുന്നു. ആൻറ്റിക്യൂ കച്ചവടം നടത്തുന്ന ആളുകളിലേക്ക് ഈ സ്വർണ്ണപ്പാളിയും ദ്വാരപാലികാ പീഠവും അടക്കം പോയിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊരു ചോദ്യം കേരള ഹൈക്കോടതിയെ ചോദിച്ചത്. അത് കൂടുതൽ വ്യക്തമാവുകയാണ് ഇപ്പോൾ. അങ്ങനെ വരുമ്പോൾ ഇത് SITക്ക് അവിടെ ആ അന്വേഷണം നടത്തുന്നതിൽ പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ തെളിവുകൾ നശിപ്പിക്കുന്നതിന് മുൻപ് എപ്പോഴെങ്കിലും ഒരു CBI അന്വേഷണം കൊണ്ട് കാര്യമില്ല.
CBI അന്വേഷണം എന്നുള്ളത് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ആ ഫയലുകൾ CBIക്ക് കിട്ടുകയും തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് CBI പോലുള്ള ഒരു അന്വേഷണ ഏജൻസിക്ക് ആ തെളിവുകൾ കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം. ആര് പറഞ്ഞു പശുവും ചത്ത് മോരിലെ പുളിയും പോയി കഴിഞ്ഞ് വെച്ചിട്ട് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ CBIക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് അത്ഭുതം ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ മേഖലയിലേക്ക് കടക്കണം എന്ന് തന്നെയാണ് നമുക്കത് പറയാൻ. ശബരിമല സ്വർണ്ണക്കടത്ത്, ഒപ്പം തന്നെ ഈ ശബരിമല സന്നിധാനത്ത് ഭക്തർ നേരിടുന്ന അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ, ഇതിലൊക്കെ ഉള്ള ഒരു ഹൈന്ദവ സംഘടനയുടെ പ്രതിനിധി എന്ന നിലയിൽ ഹിന്ദു ഐക്യവേദിയുടെ പ്രതികരണം വ്യക്തമാക്കുകയായിരുന്നു ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു. ക്യാമറമാൻ അനൂജ് അനാവൂരിനൊപ്പം സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളി.